സ്നേഹമുള്ള സ്ഥലത്തെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കൂ. സ്നേഹമുള്ളിടത്തെ കുടുംബ ജീവിതം ഭദ്രമായി കൊണ്ടു നടക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കൂ. കാരണം മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചൊരു വാക്ക്, വമിൻ ആയാത്തിഹി, റബ്ബിന്റെ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് കുടുംബം എന്ന സംവിധാനം. നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ താഴെ മണ്ണിരകളുണ്ട്. ആ മണ്ണിരകൾക്ക് ഇന്ന് വരെ ഒരു പെണ്ണാലോചിച്ചിട്ടില്ല. അവരവരുടേതായ ഓർബിറ്റുകളിലാണ്, സഞ്ചാരപഥത്തിലാണ്. വാനലോകത്ത് പാറിപ്പറക്കുന്ന പക്ഷികൾക്കാരും വിവാഹം ആലോചിക്കാറില്ല. എന്തിനേറെ നമ്മളെ വീടുകളിൽ പ്രസവിക്കുന്ന ആടിൽ ഒരാണും പെണ്ണുമുണ്ടെങ്കിൽ അവര് തമ്മിൽ തന്നെ ഇണചേർന്ന് മക്കളുണ്ടാക്കുന്നുണ്ടെങ്കിൽ ലോകത്ത് മറ്റൊരു സൃഷ്ടിജാലങ്ങൾക്കും കൊടുക്കാത്ത പടച്ച റബ്ബിന്റെ ഏറ്റവും വലിയ കരുണയാണ് വലക്കത് കറംനാ ബനി ആദം, ആദമിന്റെ മക്കളെ നിങ്ങളെ കുടുംബമായി സൃഷ്ടിച്ചു, കുടുംബമായി റബ്ബ് ജീവിക്കാൻ നിങ്ങൾക്ക് അവസരം തന്നു എന്ന മഹത്തായ ജീവിതത്തിന്റെ സന്തോഷം. കാരണം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, തൗഹീദ് ഉണ്ടെങ്കിൽ പിന്നീട് ആ തൗഹീദിന്റെ പ്രായോഗികവൽക്കരണമാണ് കുടുംബം. എനിക്ക് തൗഹീദ് ഉണ്ട്, ഞാൻ അല്ലാഹു അല്ലാത്തൊരാളെയും ഇന്ന് ആരാധിച്ചിട്ടില്ല എന്ന് റബ്ബിന്റെ മുൻപിൽ പറയാൻ സാധിക്കുന്നവരാണ് നമ്മളെങ്കിൽ പിന്നെ റബ്ബിനോട് മനസ്സ് തുറന്ന് പറയാൻ പറ്റണം, ഞാൻ ഒരു കുടുംബത്തോടും അന്യായം ചെയ്തിട്ടില്ല. എന്നെ റബ്ബേൽപ്പിച്ച ഓരോ സ്ഥാനങ്ങളും, എന്റെ കുടുംബത്തിൽ റബ്ബ് എനിക്ക് തന്നിട്ടുള്ള ഓരോ പദവികളും ഞാൻ എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മകളായിട്ടും ഭാര്യയായിട്ടും ഉമ്മയായിട്ടും വല്യുമ്മയായിട്ടും പെങ്ങളായിട്ടും മൂത്തയായിട്ടും ഇളയയായിട്ടും ഞാൻ എന്റെ ജീവിതത്തിന്റെ പദവികൾ ഭംഗിയിൽ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ടുണ്ട് റബ്ബേ എന്നാർജവത്തോടെ പറയാൻ സാധിക്കുമ്പോഴാണ് തൗഹീദിന്റെ പ്രായോഗികവൽക്കരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്. പക്ഷേ ദയനീയമെന്ന് പറയട്ടെ, ഇന്ന് തൗഹീദുള്ള കുടുംബങ്ങളിലും അലോഗ്യപ്പെട്ട ബന്ധങ്ങളാ കൂടുതൽ. അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം നടത്തുന്ന കുടുംബങ്ങളിൽ മനസ്സകന്ന് ജീവിക്കുന്ന പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മകളെ കെട്ടിയ വീട്ടുകാരോടൊരു പിണക്ക്, മകൻ കെട്ടിയ വീട്ടുകാരോടൊരു പിണക്ക്, വേലിക്കപ്പുറത്തുള്ള അയൽവാസികളോട് പിണക്ക്. കുടുംബ ബന്ധത്തിൽ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവിച്ചിട്ടും ഒരു വാപ്പാന്റെ തണലിൽ ജീവിച്ചിട്ടും വാപ്പയുടെയും ഉമ്മയുടെയും സ്വത്തിന്റെ പേരിൽ ഇന്നും കൊല്ലാൻ നടക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ നമുക്ക് നമ്മളുടെ ചുറ്റുപാടുകളിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടാവ് ആവർത്തിച്ചോർമ്മപ്പെടുത്തി, മനുഷ്യരെ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, നാളെ റബ്ബിന്റെ മുൻപിൽ പടച്ച റബ്ബിന്റെ മഹ്ശറ ലോകത്ത് ആർജവത്തോടെ നിങ്ങൾക്ക് റബ്ബിനോട് തിരിച്ചുത്തരം പറയാൻ സാധിക്കണമെങ്കിൽ നിങ്ങളെ തൗഹീദ് മാത്രം പോരാ, വൽ അർഹാം, നിങ്ങളുടെ കുടുംബ ബന്ധം കൂടി വേണം എന്ന് റബ്ബിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. എന്താ ഇന്ന് പല കുടുംബങ്ങളുടെയും അവസ്ഥ? ഏറ്റവും വലിയ തകർച്ച നേരിടുന്നത് കുടുംബരംഗത്ത അകന്നും അകറ്റിയും ജീവിക്കുന്നവർ, വാശിയും ഈഗോയും മരണം വരെ കൊണ്ടു നടക്കുന്നവർ. ഞാൻ മരിച്ചാൽ പോലും നിന്റെ മയ്യത്തോനെ കാണിക്കരുത് എന്ന് സ്വന്തം ആങ്ങളയുടെ പേരിൽ മറ്റുള്ള ആളുകൾക്ക് വാക്കുകൊടുക്കുന്ന പെങ്ങന്മാര്, അല്ലെങ്കിൽ പെങ്ങളെ എന്റെ മയ്യത്ത് കാണിക്കരുത് എന്ന് വാശി കാണിക്കുന്ന ആങ്ങളമാർ. അത്രയേറെ മനസ്സുകൾ അകന്നു ജീവിക്കുമ്പോ ദാമ്പത്യ രംഗത്ത് പോലും ആ അകൽച്ച സർവസ്വാഭാവികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പുറമെച്ചിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സ് തുറന്ന് പറയാൻ പറ്റുമോ നിങ്ങളുടെ ദാമ്പത്യം സമാധാനത്തിലാണെന്ന്? പുറമെച്ചിരിക്കുന്ന പലരുടെ ഉള്ളും കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. വേണ്ടപ്പെട്ട പരിഗണന കിട്ടുന്നില്ല, ഒരു സ്നേഹവാക്കുകൾ കിട്ടുന്നില്ല, മക്കളിൽ നിന്നൊരു സംരക്ഷണം കിട്ടുന്നില്ല. ജീവിതത്തിൽ സ്വപ്നം കണ്ട പലതും കൺമുൻപിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് ഏറെ ദുഃഖത്തോടുകൂടി ജീവിക്കുന്ന നൂറുകണക്കിന് കുടുംബങ്ങളെ, സഹോദരിമാരെ ഇന്ന് കുടുംബത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് കുടുംബം തകരുമ്പോ മറുഭാഗത്ത് മക്കളുടെ വഴിവിട്ട ജീവിത രീതികളും